ദിലീപേട്ടാ, മിഥുന്റെ പങ്കള കല്യാണത്തിന് വരുന്നില്ലേ? എടാ ഇവിടെ കുറച്ച് തിരക്കുണ്ടാ. എന്തെങ്കിലും പെട്ടെന്ന് നോക്കളി, നമുക്ക് ഒരുമിച്ചിട്ട് പോവാ. വേണ്ട, നീ പോട്, ഞാൻ നിന്റെ പിറകെ തരണം. എന്നാ ശരി, നമുക്ക് ആടുന്ന് കാണാം. ഓക്കെ. ഇന്നെന്തായാലും മംഗലത്തിന് വരാണ്ടെന്നേ, അത്ര സമയം ആടെ കാത്തുന്നേ. എടാ ഇന്ന് നോക്കുമ്പോ ഇവിടെ മരണത്തിരക്കാണ്, ഏടിയില്ലാതെ തിരക്ക്, അതുകൊണ്ട് വരാൻ പറ്റായി. എന്നാ ശരി, വൈകുന്നേരം കാണാം. വൈകുന്നേരം എന്റെ താടി ഒപ്പിക്കണം കേട്ടാ. ഓക്കെ, എന്നാ ശരി, ആക്കിത്തരാം. മിഥുന്റെ പങ്കള കല്യാണത്തിന് വരുന്നില്ലേ? വേണ്ട, നീ പോട്, ഞാൻ നിന്റെ പിറകെ തരണം. അല്ലേ ഇപ്പൊ നല്ല പടമൊന്നും വരുന്നല്ലേ? നല്ല അഭിപ്രായം. എന്താ ചൂടല്ലേ? എടാ മിഥുൻ നമ്പ്യാറേ, എപ്പോ എത്തി യുകെന്ന്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. എനിക്കറിയാം നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നു. നമ്മളെ പഴയ ഇരിപ്പിടാണല്ലോ ഇത്. അപ്പോ ഈ സ്ഥലം നീ മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ നിങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ രണ്ടാളും നിൽക്കുന്നേ, ഒരു കാര്യം പറയാണ്ട്. എന്താ സംഭവം? ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ പെങ്ങളെ കല്യാണം, നിങ്ങൾ തലേന്ന് വരണം കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോടാ? എടാ വേറെ പരിപാടി ഒന്നുമില്ലടാ. അതൊക്കെ എപ്പോഴേ സെറ്റാടാ. ചെക്കനും എവിടെ വർക്ക് ചെയ്യുന്നു? ചെക്കൻ യുഗ തന്നെയാടാ. പിന്നെ കുറച്ച് തിരക്കുണ്ട്, എല്ലായിടത്തും പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ തലേന്ന് ഫാമിലിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞു പോലെ ഓക്കേടാ. ഓനാകെ ആളും മാറിപ്പോയല്ലേ? അതെ. എല്ലാം നമ്പ്യാരെ, അവർ രണ്ടാളും മാത്രം വിളിച്ചിട്ട് ദിലീപനും വിളിക്കാതെ മോശമായി പോയായിരുന്നു. എന്ത് മോശം? ഒരു മോശമില്ല. എടാ എൻ്റെ ഒന്ന് സ്റ്റാറ്റസ് പറ്റിയ ആളല്ല അവൻ, ഒരു ബാർബർ. എനിക്കതിനെ പണ്ടേ കണ്ടുകൂടാ. നീ ഏത് UK പോയാലും നിന്റെ ആദ്യത്തിന് ഒരു മാറ്റവും ഇല്ല. ജാതിയുടെയും മതത്തിൻ്റെയും തൊഴിലിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ഒരാൾ പോലും ഇവിടെ അവഗണിക്കപ്പെടരുത്. ഈ വലിയ ലോകത്തിൽ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അതാരും മറക്കരുത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും